ഹാപ്പി ബർത്ത്ഡേ ടു യു. രാത്രി 12 മണിക്ക് എന്റെ ഫ്രണ്ട്സും ഉമ്മയും കൂടി പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ഞാൻ ആകെ വണ്ടടിച്ചിരുന്നു. 12 മണിക്ക് എത്താൻ പറ്റാത്തതിന് ഉമ്മച്ച് കേക്ക് വരെ എനിക്ക് അവിടെ സർപ്രൈസ് ആയിട്ട് എത്തിച്ചിക്ക്. ഈ ഒരു ദിവസം എനിക്ക് അത്രയും സ്പെഷ്യൽ ആയി തോന്നിട്ടോ. ഇതെന്റെ ബർത്ത്ഡേ എന്നുള്ള വ്ലോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ എണീച്ച് സലൂണിലേക്ക് പോയി. കാരണം എന്റെ ഹെയർ സെറ്റ് ചെയ്ത് നല്ലോണം കിടക്കാന്നുള്ളത് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ നനഞ്ഞു പോയിരിക്കുന്ന എന്നെ ഇവര് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് തന്നു. എന്റെ ഹെയർ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ഞാൻ ടൈം ഇട്ടിപ്പോ ഒന്ന് ത്രെഡും ചെയ്തേ. പിന്നെ ഈ ഓട്ടോ ഒക്കെ കയറി ഞാൻ നേരെ പോകുന്നത് ഉമ്മ വന്നൊക്കെ കോഴിക്കോടുക്ക് ഉമ്മാനെ കൂട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. അവിടെ ഞാൻ വേഗം ഡ്രസ്സ് എടുത്ത് മാറ്റി. അപ്പത്തേക്ക് സന പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും വാങ്ങി. മൂന്നാളും കൂടെ പോകുന്നത് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ബട്ട് റോഡുള്ള ബീച്ചിക്കാണ്. എനിക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടണം, അതെനിക്ക് ഭയങ്കര നിർബന്ധം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സ്വന്തം ബർത്ത്ഡേക്ക് എന്തിനാ എത്ര എക്സൈറ്റ്മെന്റ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്പെഷ്യൽ ആയി കാണുന്ന ദിവസങ്ങളിലുള്ള ഒരു മെയിൻ ദിവസമാണ് ബർത്ത്ഡേ. അപ്പൊ ഞാൻ നല്ല ആഘോഷിക്കും. കൗതുകം ലേശം കൂടുതലാണ്. ഇന്നിപ്പോ എൻജോയ് ചെയ്യാൻ ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ കേട്ടോ. ബട്ട് ഞാൻ ബീച്ചിൽ പോയ സമയം നല്ല അടിപൊളി, നല്ല സൺസെറ്റ് ഉള്ള ടൈമായിരുന്നു. ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് പറയട്ടെ. ഞാൻ എത്ര അൺഎക്സ്പെക്ടഡ് ആയി എടുത്തതാണ്. അങ്ങനെ പിന്നെ ആസ് യൂഷ്വൽ കേക്ക് കട്ടിങ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ എന്റെ കേക്ക് കട്ട് ചെയ്തത്. പിന്നെ റീൽ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണ്ടേ. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്ന മുഖങ്ങളും നമ്മളുടെ ഈ ബാക്കിലുണ്ട്. ഉമ്മ എനിക്ക് വേണ്ടി എന്തോ വാങ്ങിക്കുന്ന ഞാൻ കണ്ടേക്ക്. പക്ഷെ അതെന്താന്ന് എനിക്ക് ഒട്ടും ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിട്ടോ. ഫസ്റ്റ് എനിക്ക് തോന്നിയത് എന്നെ പറ്റിക്കാൻ വേണ്ടി കുറെ സാധനം എല്ലാം കൂടി ഒരു ബോക്സിൽ ഇട്ടതാണ്. ബട്ട് ഫസ്റ്റ് എടുത്ത സാധനത്തിനെ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം എന്താന്ന്. അപ്പൊ തന്നെ ഞാൻ ആകെ വണ്ടറായി പോയി. കാരണം ആപ്പിളിന്റെ പ്രൊഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായി. ടോട്ടൽ 3 സാധനം ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത സാധനം എടുക്കാൻ തുടങ്ങി. ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ഇഷ്ടം ഞാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത കിട്ടുന്നത് എനിക്ക് ആപ്പിളിന്റെ വാച്ചാണ്. എനിക്കാകെ ഞാൻ അങ്ങനെ ഇത് എനിക്ക് തന്നെ ആണോ എന്നുള്ള രീതിയിലായി പോയിരുന്നത്. ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്റെ ഉമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അടുത്തത് അൺബോക്സ് ചെയ്തിട്ടോ. ഈ ബോക്സ് കണ്ടിട്ട് എനിക്ക് ഒട്ടും ഐഡിയ കിട്ടുന്നില്ല എന്തായിരുന്നു. ബട്ട് സൈഡിലൂടെ സാധനം കണ്ടപ്പോ എന്റെ ഈ വ്ളോഗിങ്ങിന് ഏറ്റവും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എന്റെ ഉമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്റെ വ്ളോഗിങ്ങിനും എല്ലാത്തിനും ബാക്ക് സപ്പോർട്ട് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരാൾ എന്റെ ഉമ്മയാണ്. ഇതൊക്കെ കണ്ടിട്ട് ആകെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം ഇതിന്റെ ബാക്കിൽ എന്റെ ഉമ്മട്ട എഫേർട്ടാണ് ഞാൻ ആലോചിച്ചത്. എനിക്ക് എങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അപ്പൊ പിന്നെ ദീദി തന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടോ. നല്ലൊരു ടൈറ്റാന്റെ ഒരു വാച്ച് ആയിരുന്നു. ഗോൾഡൻ കളറിലുള്ള ഒരു വാച്ച് നോക്കി നടക്കുന്നത് എനിക്ക് കറക്റ്റ് കിട്ടിയത് അതായിരുന്നു. പിന്നെ എനിക്കൊരു ഡ്രസ്സ് എടുത്തു തന്നിട്ട് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. പിന്നെ ഞാൻ ഈ 2 വാച്ച് ഇട്ട് ഒടുക്കത്തെ ഷോ ആയിരുന്നു അവിടെ. എനിക്ക് വേണ്ടി വിഷ് ചെയ്ത് എഫേർട്ട് ഇട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് താങ്ക്സ് ടോ. കാരണം വ്ളോഗിംഗ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ വിഷിന് എണ്ണങ്ങളില്ല, അത്രത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ എവരിവൺ ഹു മെയ്ഡ് മൈ ഡേ. ഓക്കെ ബൈ.